ഒരു സ്ത്രീ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയാണ്, എനിക്കറിയില്ല എന്തിനാ ഞാനിങ്ങനെ വിഷമിക്കുന്നതെന്ന്. എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, സാമ്പത്തികം വല്ലതും ആണോ? ഇല്ല, ഭർത്താവ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, എനിക്ക് ജോലിയുണ്ട്, ഞാനും ഏൺ ചെയ്യുന്നുണ്ട്, മക്കളൊക്കെയാണോ? ഓക്കെയാണ്, പിന്നെ എന്താണ് പ്രശ്നം? അപ്പോൾ കുറച്ച് നേരം നമ്മളെ നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കുറേ നേരം ഈ കണ്ണീര് വരാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് പിന്നെ ഒരു കരച്ചിലുണ്ട്. അതിൻ്റെ പിന്നിലെ കഥ മിക്കവാറും ഇതായിരിക്കും: അവഗണന. നമ്മൾ ശരീരത്തിലൊരു കുത്ത് കിട്ടിയാലുണ്ടല്ലോ, അത് ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടും രക്തം പോവുമായിരിക്കും, നമ്മൾ അത് പിന്നെ മുറിവുണങ്ങും, പിന്നെ ആ പാട് കാണും. പക്ഷേ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അവഗണനകളുണ്ടല്ലോ, അത് ഭയങ്കര പാടാണ് കോപ്പപ്പ് ചെയ്യാൻ. അതുമായിട്ട് പൊരുത്തപ്പെടാൻ വലിയ പാടാണ്. അങ്ങനെ അതിൽ നിന്ന് അവഗണനയിൽ വരുന്ന ട്രോമ, അത് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവിടെയാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു വേർതിരിവ്. കാരണം പുരുഷന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരാളെ വെറുത്താൽ അല്ലെങ്കിൽ പങ്കാളിയെ വേണ്ടാന്ന് വെക്കാനായിട്ട് കുറച്ചും കൂടി അവൻ സൊസൈറ്റിയെ പേടിക്കാതെ അവന് മുന്നോട്ട് പോകും. പക്ഷേ പ്രത്യേകിച്ച് പുറമേ കാണാനൊന്നുമില്ല. ഭർത്താവ് ചിലവിന് തരുന്നുണ്ടോ? ആ, തരുന്നുണ്ട്. പക്ഷേ പുറമേ എല്ലാവരുടെയും മുന്നിൽ കാണിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, ലക്ഷറീസ് ലൈഫാണ്. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കുറേ വാക്ക് കൊണ്ടുള്ള കുത്തി നോവിക്കലും, ഈ പറയുന്ന പോലുള്ള റിജക്ഷൻസും, അവഗണന എന്ന് പറയുന്നത് ഒരു കാലം ക്രമേണ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയൊരു ക്യാൻസറായിട്ട് അത് മാറിത്തീരും. കാരണം സ്ട്രെസ് അത്രയും വലിയതല്ലേ, നമ്മുടെ ഉള്ളിൽ ആ ഒരു ക്യാൻസർ ഡെവലപ്പ് ചെയ്യും. പിന്നെ നമുക്കത് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര സ്ട്രഗിളായിരിക്കും. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഒരാൾ അവഗണിക്കുന്നത്? എന്താ റീസൺ? പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലെങ്കിൽ അവഗണിക്കുന്ന ആളിനോട് നമുക്ക് എന്നെ അവഗണിക്കല്ലേ, എനിക്ക് ഇച്ചിരി സ്നേഹം തരുമോ എന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം നമുക്ക് ആ ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്ന പിരിമുറുക്കം, ആ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന കുറേ താളം തെറ്റുകളുണ്ട്, ചിന്തകളുടെ താളം തെറ്റലുകൾ. അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഞാൻ മെഡിസിൻസ് എനിക്ക് പറ്റില്ല. അപ്പോൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാലും നമ്മുടെ ബേസിക് പ്രോബ്ലം എന്താ? ഇന്ന ആൾ എന്നെ സ്നേഹിക്കണം, ഇതാണ് പ്രശ്നം. എന്നെ സ്നേഹിക്കണം, എന്തൊരു നിസ്സഹായതയല്ലേ, എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്താളിന് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുമോ? അപ്പം സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ ഡിപ്രഷനാണ്. ഓക്കെ, ഡിപ്രഷനാകുമ്പോൾ ഡിപ്രഷൻ്റെ മരുന്ന്. അപ്പം ശരി, നമ്മുടെ മനസ്സ് വെജിറ്റബിൾ സ്റ്റേറ്റ് പോലെ ആക്കണം. എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ, കാഴ്ചപ്പാട് മാത്രമല്ല, എൻ്റെ നിയമം അത് തന്നെയാണ്. എനിക്ക് സ്ഥാനമില്ലാത്തടത്ത് ഞാൻ നിൽക്കത്തില്ല. എനിക്ക് സ്ഥാനമില്ലാത്ത എവിടെയാണെങ്കിലും ഞാൻ നിൽക്കത്തില്ല. കാരണം എനിക്ക് അതിന് വേണ്ടിയിട്ട് മെഡിസിൻ, എന്നെ ഒരാൾ സ്നേഹിക്കുന്നില്ല എന്ന ബേസിൽ കരഞ്ഞ് അതിനു വേണ്ടി മെഡിസിൻ എടുക്കാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെട്ടിട്ടില്ല. പക്ഷേ എൻ്റെ മുന്നിൽ വരുന്ന ക്ലയൻറ്റിനോട് അങ്ങനെ പറയാൻ പറ്റാറില്ല പലപ്പോഴും. കാരണം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഒരു ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ഫിനാൻസ് ഇല്ല എന്നുള്ളതായിരിക്കും. ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല. ഓരോ സ്ത്രീയും എന്തെങ്കിലും ഒരു തൊഴിൽ, കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഒരുപാട് തൊഴിൽ ചെയ്യുന്ന പല സ്ത്രീകളെ കണ്ടു. അന്ന് എന്തൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അന്ന് ഈ പറയുന്ന ഹസ്ബൻഡും ആർക്കും ഒരു പ്രശ്നവും ഇല്ല. ഓരോ സ്ത്രീയും സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടുപിടിക്കണം. പറ്റുന്നിടത്തോളം എന്താണ് അവനെ കൊണ്ട് പറ്റുന്ന അത്തരത്തിലൊരു പഠിത്തം നേടിയെടുക്കാൻ ശ്രമിക്കണം. എന്നിട്ടൊരു ജോലി സ്വന്തമായിട്ട് പറ്റുന്നതാണെങ്കിൽ അങ്ങനെ, സ്വന്തം ബിസിനസ് ആണെങ്കിൽ തന്നെ എന്താ അടിപൊളിയല്ലേ, ഫാമിലി നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്കത് ചെയ്യാം. അല്ലാതെ നമ്മളെ സ്നേഹിക്കാത്ത ഒരാളുടെ പിറകെ പോയിട്ട് സ്നേഹത്തിന് വേണ്ടിയിട്ട് കൈ നീട്ടാനും അല്ലെങ്കിൽ തരത്തില്ല എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി മെഡിസിൻ എടുക്കാനും ഞാനൊരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. 24 hours ഉണ്ട് നമുക്ക്, 24 മണിക്കൂറേ ഉള്ളൂ എന്ന് ചിന്തിക്കാതെ 24 മണിക്കൂർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അവനവന് വേണ്ടി കൂടി ജീവിക്കുക. അത് മാത്രമാണ് നമുക്ക് ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നില്ല എങ്കിൽ
നമുക്ക് ഈ 24 hours ആക്റ്റീവായിട്ടിരുന്ന് നമുക്കത് മറികടക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് ഒരു മരുന്നിനെ ആശ്രയിക്കരുത്. നമുക്കല്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മരുന്നിനെ ആശ്രയിക്കാം. അല്ലാതെ സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് മരുന്നിനെ ആശ്രയിക്കാം. ഇന്ന ആളെന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മരുന്ന് കഴിച്ചിട്ട് എന്താ കാര്യം? അപ്പം നമ്മൾ പ്രാക്ടിക്കൽ തിങ്കിങ്, നമ്മൾ ഞാനൊക്കെ ഓവർ തിങ്കിങ്ങിന് ഭയങ്കര ആളാണ്. പക്ഷെ അത് ഞാൻ എപ്പോഴും പറയും പ്രാക്ടിക്കൽ തിങ്കിങ് ആണ് കാരണം ഒരു കാലഘട്ടം വരെ ഞാൻ വെറും ഒരു പൊട്ടിയായിരുന്നു. ഇപ്പം എനിക്ക് ആ പൊട്ടിപ്പെണ്ണിനോട് ഭയങ്കര സ്നേഹമാണ്. അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോഴും പൊരുതുന്നത്. ഏതോ കാലത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു പൊട്ടിപ്പെണ്ണായിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പൊട്ടിപ്പെണ്ണിനോടാണ് എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം. അവൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞാൻ ജീവിക്കുന്നത്, ഇന്നത്തെ ഞാൻ ജയിക്കാൻ ശ്രമിക്കുന്നത്.